കണ്ടുവന്ന കുട്ടികളോട് ഒരു സ്റ്റഡി ചാലഞ്ച് എന്ന് പറഞ്ഞ് നീണ്ട ലിസ്റ്റ് തരാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഒരു ലിസ്റ്റ് ഞാൻ തരാനും പോകുന്നില്ല. സാധാരണ ഒരു സ്റ്റഡി ചാലഞ്ച് വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇത്ര മണിക്ക് എണീക്കണം, ഇത്ര മണിക്കൂറെങ്കിലും പഠിക്കണം, ഇത്ര പോർഷൻ ഇത്ര സമയത്തിനുള്ളിൽ കവർ ചെയ്യണം, എന്നിട്ട് ഇത്ര ദിവസം അത് ചെയ്യുക എന്നൊക്കെയല്ലേ സാധാരണ ഒരു ക്ലീഷേ സ്റ്റഡി ചാലഞ്ച് വീഡിയോ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആകെ ഒരൊറ്റ കാര്യം നിങ്ങളോട് പറയുള്ളൂ ഈ വീഡിയോയിൽ. എനിക്ക് 100% ഉറപ്പുണ്ട് ആ ഒരൊറ്റ കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വർക്കായി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുന്നുള്ളത്. വേറെ ഒന്നുമല്ല ആ ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനാണ് പഠിക്കേണ്ടത്. പല കുട്ടികളുടെയും പ്രശ്നം എന്ന് പറയുന്നത് പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പഠിച്ച തലയിൽ കയറാത്തത് കൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ 100% കൊടുത്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതെന്താ മിസ് ഇങ്ങനെ ഒരു കാര്യം പറയണേ, പഠിക്കാൻ വേണ്ടി എല്ലാവരും ഇരിക്കണല്ലേ. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, സാധാരണ നിങ്ങൾ എന്താ ചെയ്യാറ്? പഠിക്കാൻ വേണ്ടി ബുക്ക് എടുത്ത് പോകും. പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറന്ന സമയമാണെങ്കിൽ ഭയങ്കര എനർജി ആയിരിക്കും. കാരണം നമ്മൾ പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവില്ലേ, ഈ വർഷം നന്നായി പഠിക്കുന്നൊക്കെ. എന്നിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ തുടങ്ങും അങ്ങോട്ട്. ആദ്യത്തെ 1-2 മണിക്കൂർ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു അരമണിക്കൂറൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് പഠിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ബാറ്ററി കുറച്ച് ലോ ആയി പിന്നെ അത്ര ആക്റ്റീവായിട്ട് പഠിക്കില്ല. പഠിക്കുന്ന സമയത്ത് മൈൻഡ് വേറെ എവിടെയോ പോകും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കും. ചിലപ്പോൾ കുറച്ച് നേരം ഫോണൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഫോണൊന്ന് എടുത്ത് നോക്കും, അല്ലെ വേറെ എന്തെങ്കിലും നോക്കും. ഇപ്പം എത്ര ഇത് പഠിച്ചില്ലേ, ഇനി ഇത് വേണ്ട, ഇനി വേറെ സബ്ജക്റ്റ് എടുക്കണം, അത് മടക്കി വെക്കും. അങ്ങനെ നിങ്ങൾ ഫുൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് എന്തൊക്കെയോ ചെയ്യും. പക്ഷെ മണിക്കൂറുകളോളം ബുക്കുമായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ പഠിച്ചെന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് കുറേ കഴിഞ്ഞ് പിന്നെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാനൊന്നും പഠിച്ചില്ലല്ലോ, എനിക്ക് എന്താ പറ്റാത്തത്, എന്നെക്കൊണ്ട് എന്താ കഴിയാത്തതെന്ന് ഓർത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെയിമും ചെയ്യും. ഇതാണ് സാധാരണ ഒരു പഠനം എന്നുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പലരുടെ ഇടയിൽ. എല്ലാവരുടെയും കേസല്ല, പക്ഷെ പലരുടെയും കാര്യത്തിൽ ഇത് ഏകദേശം ഇത് കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഈ ഒരു കാര്യത്തെയാണ് നിങ്ങൾ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ 100%, നിങ്ങൾ എത്ര മണിക്കൂറാണ് ഇരിക്കുന്നത് അത്രയും മണിക്കൂർ നിങ്ങളുടെ കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റ് അവിടെ ഉണ്ടാവണം. അങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലം വളർത്തി എടുക്കണം. നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ശീലം എങ്ങനെയാണെന്നല്ലേ, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇപ്പം തന്നെ കമൻസിൽ എന്ത് ചെയ്യുക, ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ട് കമൻസ് അങ്ങോട്ട് ഇടുക കമൻറ്റ് ബോക്സിൽ. ഓക്കെ, എത്ര പേര്? ഒരുപാട് പേര്. ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ആ ഒരു കാര്യം കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഐ ആം റെഡി എന്ന് കമൻസിൽ പറയാം. ഓക്കെ, വേറെ ഒന്നുമല്ല, ഇപ്പം നാളെ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്ക് എടുക്കുക. ഓക്കെ, ഇപ്പോൾ സ്കൂളൊന്നും തുറന്നില്ല എന്നാണെങ്കിൽ ബുക്കൊന്നുമില്ലേ, നിങ്ങൾ കഴിഞ്ഞു പോയ കുറച്ച് ബുക്കുകൾ ഉണ്ടാവില്ല നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, ഇപ്പോൾ +2-ലുള്ളവരാണെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുക. അതിന് മുൻപ് നിങ്ങൾ ഒരു ഡെഡ് ലൈൻ വെക്കുക. ഞാൻ 2 മണിക്കൂർ പഠിക്കാനിരിക്കും, തീർച്ചയായിട്ടും ഇരിക്കും എന്ന് ഉറപ്പിച്ച് വെക്കുക, ഡെഡ് ലൈൻ വെക്കുക. എന്നിട്ട് ബുക്ക് എടുത്ത് പഠിക്കാൻ വേണ്ടി ഇരിക്കുക. ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ആ സ്ഥലത്ത് നിങ്ങളും ബുക്കും അല്ലാതെ വേറെ ഒരാളും പാടില്ല. ഞാൻ ഉദ്ദേശം മനസ്സിലായല്ലോ? ഫോണോ അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊന്നും ആ പരിസരത്തേ വരരുത്. നിങ്ങൾക്ക് എണീറ്റ് പോയി എടുക്കാൻ പറ്റുന്ന ദൂരത്ത് പോലും നിങ്ങളുടെ ഫോൺ ഉണ്ടാവരുത്. അത്രയും ദൂരം എവിടെയെങ്കിലും വെക്കുക. എന്നിട്ട് വേണം ആ സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അങ്ങ് ഇരിക്കുക, വായിക്കുക. ആദ്യം ഭയങ്കര ആക്റ്റീവായിട്ട് നിങ്ങൾ വായിക്കും. പക്ഷെ മെല്ലെ മെല്ലെ നിങ്ങളുടെ എനർജിയൊക്കെ പോയി നിങ്ങൾ ആർക്കോ വേണ്ടി വായിക്കുന്ന പോലെ ഇരിക്കും. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നും, എണീക്കാൻ തോന്നും, ബോറടിക്കും. പക്ഷെ എന്നാലും നിങ്ങൾ വിട്ടു കൊടുക്കാതെ വാശിയോടെ അവിടെ തന്നെ ഇരിക്കി. എന്നിട്ട് വീണ്ടും വായിക്കി. തലയിൽ കയറുന്നുണ്ടോയെന്നൊന്നും ചിന്തിക്കേണ്ട, പക്ഷെ വായിച്ചുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് നാളെ ഇതന്നെ ചെയ്, മറ്റന്നാളും അതന്നെ ചെയ്, അതിൻ്റെ പിറ്റേന്നും അതന്നെ ചെയ്. അങ്ങനെ 25 ദിവസം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് തന്നെ മാറ്റം കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഫസ്റ്റ് ഡേ ഇരുന്നപ്പോൾ നിങ്ങൾ വായിച്ച സമയത്ത് വെറും 5% നിങ്ങൾ തലയിൽ കയറിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ പോകെ 5 എന്നുള്ളത് 15 ആവും, 25 ആവും, 45 ആവും, 85%, 95%, 100% നിങ്ങളുടെ തലയിലേക്ക് കയറുന്ന രീതിയിൽ നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നിങ്ങളുടെ മൈൻഡ് മാറും. ഇതൊരു സൈക്കോളജിയാണ്. ഇത് മിസ് വെറുതെ പറഞ്ഞല്ല, ഇതൊരു സൈക്കോളജിക്കലായിട്ട് പ്രൂവ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ സ്കൂൾ തുറക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങളുടെ മുന്നിൽ ഇനിയും സമയങ്ങളുണ്ട്.
അപ്പം അതിനു മുൻപ് നിങ്ങൾ ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഈ വരാനിരിക്കുന്ന അക്കാഡമിക് ഇയർ അതിഗംഭീരമായിട്ട് തന്നെ എഴുതാൻ പറ്റും. ഇത് മിസ്സിൻ്റെ പ്രോമിസ് ആണ്, വെറുതെ പറയല്ല. നിങ്ങൾക്ക് 100% ട്രസ്റ്റ് ചെയ്ത് പറയാം. ഒരുപാട് UPSC ടോപ്പേഴ്സ് ഫോളോ ചെയ്തിട്ടുള്ള, അതായത് സിവിൽ സർവീസ് എക്സാം ഫോളോ ചെയ്തിട്ടുള്ള, റാങ്ക് കിട്ടിയിട്ടുള്ള ആൾക്കാർ പറഞ്ഞ ട്രിക്സ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് മിസ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ചാലഞ്ച് ഏറ്റെടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, എത്ര പേര് അതിന് റെഡിയാണെന്നുള്ളത് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയുകയും കൂടെ ചെയ്യുക. അപ്പോൾ എത്രയേ ഉള്ളൂ, ഈ ഒരൊറ്റ കാര്യം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് റെഡിയാക്കാം കേട്ടോ.